24 ബ്രേക്കിംഗ്. ദീപിക ദിനപത്രത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പാലായിലെ NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ ഷോൺ ജോർജ്. കത്തോലിക്ക സഭയുടെ മുഖപത്രമെന്ന് പറയാൻ ദീപികയ്ക്ക് അവകാശമില്ലെന്നും കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരായ തെറ്റായ വാർത്തകൾ എഴുതുന്നുവെന്നുമാണ് വിമർശനം. പിണറായി വിജയനുമായി ബന്ധമുള്ളവർക്ക് ദീപികയിൽ നിക്ഷേപമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പരസ്യങ്ങൾ ദീപികയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്നും ഷോൺ ജോർജ് ചോദിക്കുന്നു. ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം സഭയുടെ മുഖപത്രം എന്നാര് പറഞ്ഞു? ദീപിക പത്രത്തിൽ ആരെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്? അത് ഇനി ഞാൻ പിതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും കാണാൻ പോവുകയാണ്. ഇതേ നിലപാട് സഭയുടെ മുഖപത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ദീപിക എന്ത് നിലപാട് തുടങ്ങാൻ സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും ചില വ്യക്തികൾ വഴി പിണറായി വിജയനും പോലും അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ചില വ്യക്തികൾ വഴി. അപ്പം അത്തരം ആളുകളെ അത് എത്ര രൂപയാണ് ഇവർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാലക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടേക്കാം, പറഞ്ഞാൽ സഭ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട. ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ കയ്യിൽ നിന്നും ദീപിക കൈപ്പറ്റിയ പരസ്യങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം മാറിപ്പോയെന്ന്. ദീപികക്കെതിരെയുള്ള പരാതി കൃത്യമായി സഭാപിതാക്കന്മാരെ ഔദ്യോഗികമായി രേഖപ്പെടുത്തും. ഒരു നിമിഷം പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.